സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇനി എന്താടാ ചോദിക്കാൻ? അറിയേണ്ട രീതി തന്നെ അറിഞ്ഞു, പറയേണ്ട രീതി തന്നെ പറയുകയും ചെയ്തു. ഇനി അവളിങ്ങി വരട്ടെ, ബാക്കി പിന്നെ. അമ്മേ, ഇത് ഇവിടം കൊണ്ടൊന്നും തീരത്തില്ല. അവള് വരുമ്പോ അമ്മ തന്നെ ചോദിക്കും. അവക്ക് പറയാനുള്ള എന്താണെന്ന് അറിയണമല്ലോ. എന്നിട്ട് വേണം എനിക്ക് ചിലത് തീരുമാനിക്കാൻ. മായേ, ഇവന്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. മോൾ എങ്ങനെയെങ്കിലും അവനെ വിളിച്ചുകൊണ്ട് പോയി കഴിക്കാൻ വല്ലതും കൊടുക്ക്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ ചോദിക്കാന്ന് പറ. ഇനി എനിക്ക് ഒന്നും കാണാനും കേൾക്കാനും വയ്യാത്തത് കൊണ്ടാ. വല്ലതും കഴിച്ചിട്ട് സംസാരിക്കാം. വേണ്ട, ആദ്യം അവളിങ്ങി വരട്ടെ, എന്നിട്ട് ആലോചിക്കാൻ കഴിക്കണോ വേണ്ടെന്ന്. മോനെ, ആദ്യമായിട്ട് എഴുന്നേറ്റ് പോയി എന്തെങ്കിലും കഴിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ എന്റെ കണ്ണു വിട്ട് അവള് കയറി പോണ്ട. ഈ സേതു ആരാണെന്ന് നല്ലാണോ എല്ലാരും ഇപ്പൊ കാണാൻ പോകുന്നേ ഉള്ളൂ. ഒന്ന് എണീക്ക് സേതുവേട്ടാ, എണീക്ക്. മോളെ കാണണ്ടേ? വാ. അവള് നേരത്തെ കിടന്നു. വന്നേ സേതുവേട്ടാ. അവൾ എന്റെ മോളാ, ഞാൻ അവളുടെ അച്ഛനാ. നീ ചെല്ല്, ഞാൻ വന്ന് കണ്ടോളാം. ഒന്ന് വന്നേ, വാ. എന്നെ ഇപ്പൊ ആർക്കൊരു വിലയില്ല. ഞാൻ എന്താണ് ഇപ്പൊ കാണിച്ചു തരാം. വന്നേ സേതുവേട്ടാ, വാ. ശരിയാക്കി തരാൻ നടക്ക സേതുവേട്ടാ. നീ എന്തിനാ കഥടച്ച് കുറ്റിരുന്ന? സേതുവേട്ട നാണോ ഇല്ലേ ഇങ്ങനെ കുടിച്ച് ലെക്ക് കെട്ടിടുന്ന ബഹളം ഉണ്ടാകാൻ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ, അറിഞ്ഞല്ലേ പറഞ്ഞുള്ളൂ. അത് തന്നെയാ ഞാനും പറയുന്നേ. അറിഞ്ഞെല്ലാം സത്യമാണോന്ന് ആർക്കറിയാം? അറിയാനൊന്നുമില്ല, ഞാനിപ്പോ അറിയിച്ചുതരാം. സേതുവേട്ടാ, എന്താ സേതുവേട്ടാ ഇത്? പറഞ്ഞാ മനസ്സിലാവില്ലേ? ഈശ്വരനെ ഓർത്ത് ഞാൻ പറയാം, ഈ പ്രശ്നത്തെ ഇനി വലുതാക്കരുത്. എന്തുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാം. അതെ, സംസാരിക്കാൻ തന്നെയാണ് തീരുമാനം. ഇന്ന് വരെ ഒരാളും കാശിന്റെ പേരിൽ ഇവിടെ ഒന്ന് ശബ്ദം ഉയർത്തിട്ടില്ല. പക്ഷെ ഇന്ന് അത് നടന്നു. ചിട്ടിക്കാരി വസന, ഇവക്ക് ചിട്ടിക്കാരെ വേറെ ആരും കിട്ടിയില്ലേ? അല്ല, ഞാൻ അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. അവളുടെ കാശ് കൊണ്ട് അവള് ചിട്ടി പിടിച്ചു, അതിന് നമുക്കെന്താ? നമ്മളോട് വസന്ത കാശ് ചോദിച്ചോ? ഇല്ലല്ലോ. എന്നാ പിന്നെ അവരെന്തിനാ ഇവിടെ ഒന്ന് കാശ് ചോദിച്ചത്? അതെനിക്കറിയണം, അറിഞ്ഞാ പറ്റൂ. എന്നാൽ അതാ വസന്തയോട് എന്നെ പോയി ചോദിക്കും. ഭാവന വാങ്ങിച്ച പണത്തിന് എന്തിനാ വീട്ടിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയെന്ന് പോയി ചോദിക്കും. ശരിക്കും സേതുവേട്ടന് ഇപ്പൊ ചെയ്യേണ്ടത് അതാ. മൂത്ത ഏട്ടനല്ലേ അച്ഛന്റെ സ്ഥാനം. നീ എന്ത് പറഞ്ഞാലും ഞാനിന്ന് അവളെ വെറുതെ വിടില്ല. എന്തുപറ്റി? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? അവള് വന്നിട്ടുണ്ട്. അവളോട് ഇന്ന് ചോദിച്ചിട്ടുണ്ട് ബാക്കി കാര്യം. ഓഹോ, നീ പോയി കൈ കഴുക, ആഹാരം എടുത്തു വയ്ക്കാം. അല്ലമ്മേ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ എന്ത് പ്രശ്നം? അല്ല, വന്ന നേരം മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. മൊത്തത്തിൽ എന്തോ ഒരു പന്തികേട്. ഒരു പ്രശ്നമില്ല ചേച്ചി, ചേച്ചിക്ക് വെറുതെ തോന്നിയതാ. ഭാമേ, എന്നോട് നുണ പറയല്ലേ. സത്യം പറ, എന്താ പ്രശ്നം? ഇവിടെ ഒന്നും ഇല്ല ചേച്ചി. ചേച്ചി പോയി എന്തെങ്കിലും കഴിക്കും.
ബാക്കി എല്ലാരും കഴിച്ചു. മര്യാദക്ക് മാറങ്ങോട്ട്. ഇനി എത്ര നേരം അവളോട് രണ്ട് സംസാരിച്ചിട്ട് കിടക്കൂ. ഒന്ന് അടങ്ങി സേതുവേട്ടാ. നമ്മുടെ മോൾ ഓർത്തിട്ടെങ്കിലും ഒന്ന് സമാധാനപ്പെടും. ദൈവമേ, ഈ ചേട്ടൻ നീ എന്തിനാ തല കാണും? എന്താണ് നീ മുഖം തരാതെ നിൽക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. നിന്റെ കയ്യിൽ മാറ്റി മാറ്റടാ. എന്ത് പറ്റിയതാ ഇത്? ഈ ബൈക്കിൽ നിന്ന് വീണതാ. കുഴപ്പമൊന്നുമില്ല. എവിടെ വെച്ച്? നമ്മുടെ ഈ റോഡിൽ വെച്ച് തന്നെ ചേച്ചി. തെന്നിയതാ. കേട്ടില്ലേ? എന്നോട് പറയുന്നത് അതേ കള്ളം തന്നെ അവളോട് പറയുന്നത്. എന്തിനാ ഇനി എല്ലാരും അവളെ ഇങ്ങനെ പേടിക്കുന്നത്? സേതുവേട്ടാ, വേണ്ട. നോക്കി വേണ്ടടാ വണ്ടി എടുക്കാൻ. ഇനി ശ്രദ്ധിച്ചോളാം ചേച്ചി. അമ്മ വന്ന് എനിക്ക് വിശക്കുന്നു. വാ. ഇന്ന് ഞാൻ അവളോട് ചോദിക്കാൻ. ഓ, ഇന്ന് സേതു സാർ നല്ല മൂഡിലാണല്ലോ അമ്മേ. ഇന്നിച്ചിരി കൂടിപ്പോയി. നീ കൈ കഴുക. ഇവരിതെന്തിനാ കിടത്തി? സേതുവേട്ടാ, നീ കൂടുതൽ കുഴപ്പമുണ്ടാക്കാൻ മാറുന്ന നല്ലത്. ഇല്ല, അവള് വന്നതല്ലേ ഉള്ളൂ. സേതുവേട്ടാ, സേതുവേട്ടാ, ആദ്യം അവൾ എന്തെങ്കിലും കഴിക്കട്ടെ, പിന്നെ മതി വഴക്കും ബഹളമൊക്കെ. സേതുവേട്ടാ, നിങ്ങൾക്ക് കഴിച്ചായിരുന്നോ? കഴിച്ചു. ഇനി ചേച്ചി സേതുവേട്ടനും കൂടെ ഉള്ളു. മാറുന്നില്ല അങ്ങോട്ട്. സേതുവേട്ടാ, 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 പറയുന്ന കേൾക്ക്. സേതുവേട്ടാ, അവനെ വിളിച്ചോണ്ട് പോ. സേതുവേട്ടാ, സേതു, അവള് ഭക്ഷണം കഴിക്കട്ടെ. സേതു, എനിക്ക് ഇവരോട് ചോദിക്കാനുള്ള ചോദിച്ചിട്ട് ഞാൻ പോകത്തുള്ളൂ. എന്താ അമ്മ കാര്യം? അവൻ കഴിച്ചു കൂടിപ്പോയി. അന്ന് കേട്ടിറങ്ങിയിട്ടില്ല. അത്ര തന്നെ. അതെ, സേതു പോ. ഞാൻ അടിച്ചിട്ടുണ്ട്, ഞാൻ കണ്ണുള്ള കുടിച്ചിട്ടുണ്ട്. പക്ഷെ ചിലരെ പോലെ കുടിച്ചിട്ടും കുടിക്കാത്ത പോലെ അഭിനയിക്കത്തില്ല. സേതുവേട്ടാ, സേതു, നിന്നോടല്ലേ ഞാൻ അകത്ത് പോയെന്ന് പറയുന്നത്? ഇല്ലമ്മേ, അമ്മ ഒറ്റ വരുത്തിയാ ഇവിടെ എങ്ങനെ കയറൂരി വിടുന്നത്? സേതുവേട്ടാ, ഒന്ന് വാ. എന്തുണ്ടെങ്കിലും നമുക്ക് രാവിലെ സംസാരിക്കാം. വാ. പറ്റില്ല, എനിക്ക് ഇപ്പൊ തന്നെ ഇവളോട് സംസാരിക്കണം. എന്നിട്ട് ഈ സേതു വിടുന്ന് പോകത്തുള്ളൂ. ചേട്ടാ, എന്താ ഇത്? വീട്ടിൽ പോകരുത്. അനിയനാണ് അമ്മയാണ് നോക്കത്തില്ല. പറഞ്ഞേക്കാം. എനിക്ക് ഇവളോട് ചിലത് ചോദിക്കാനുണ്ട്. എന്താ എന്നോട് ചോദിക്കാനുള്ളത്? ചോദിക്കേ. ഇവന്റെ നെറ്റേ മുറിവുണ്ടായിരിക്കണ നിനക്കറിയോ? ബൈക്കേന്ന് വീണെന്ന് പറഞ്ഞൊക്കെ വെറുതെയാ. നിന്നെ അറിയിക്കായിരിക്കും. നിനക്ക് വേണ്ടി സംസാരിച്ച ഇവന് കിട്ടിയ ശിക്ഷയാ. ഇനി എന്തിനു വേണ്ടിയാണെന്നോട് അറിയണ്ടേ? ആരോടും പറയാതെ ചിട്ടിക്കാരുടെ വസ്തുതടയിന്ന് നീ ചിട്ടി പിടിച്ച് 2 ലക്ഷം രൂപ വാങ്ങിയോ? മോളെ, നീ വരല്ലേ? നീ എന്തിനു വേണ്ടിയാ കാശ് വാങ്ങിയെന്നും അതെന്ത് ചെയ്തെന്നും ഞങ്ങൾക്ക് അറിയണം. ഇന്ന് അതിന്റെ തിരിച്ചോടുക്കാത്തതിനെ ആ വസ്തുനെ ചന്ദ്രനും കൂടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നറിയാവോ? ഇതൊന്നും നീ അറിയുന്നില്ലല്ലോ. അതിന്റെ പേര് നടന്ന വഴക്കിലോ അടിപിടിയിലോ ചെക്കന്റെ നെറ്റി പൊട്ടിയത്. ഇതൊക്കെ നടക്കുമ്പോ ഞാൻ ഇവിടെ ആയിപ്പോയി. ഇങ്ങോട്ട് നോക്കാൻ നിന്നെ വിളിച്ചപ്പോ നീ ഫോൺ എടുക്കാത്ത? അതെങ്ങനെ എടുക്കും? നീ ലോകത്തൊന്നും അല്ലായിരുന്നല്ലോ. ഇത്രയും നാള് ഞാൻ ഒന്നിലും ഇടപെടാതിരുന്നോണ്ടാ ഇവിടെ ഇത്ര അധപതിച്ചു പോയത്. സേതു, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? വേണ്ടമ്മേ, പറയട്ടെ. ചോദിക്കാനുള്ളതൊക്കെ ചോദിക്കട്ടെ. ചോദിക്കൂടി, ഞാൻ ചോദിക്കും. സേതു, അമ്മേ വേണ്ട. ഓർമ്മ വെച്ച് നാളു മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്നതാ എന്നെ കുറിച്ച് അന്വേഷിക്കാൻ. ഒരിക്കൽ പോലും ഏട്ടൻ ശ്രമിച്ചിട്ടില്ലല്ലോ എന്ന്. ചോദിക്കേ, ഏട്ടൻ എന്തൊക്കെയാ ഇനി അറിയേണ്ടത്? അതിനു മുമ്പ് നീ ഒന്ന് ഊതിക്കേ. സേതു,
മതിയാക്കട നിന്റെ ഈ നെറിയില്ലാത്ത ചോദ്യം ചെയ്യല്. കൊള്ളാം ചേട്ടാ. ഈ അനിയത്തിയോട് തന്നെ ഇങ്ങനെ ചോദിക്കണം. ഞാൻ മദ്യപിച്ചിട്ടുണ്ടോന്ന് അറിയണം അല്ലേ? നിങ്ങൾ എന്റെ ഏട്ടൻ തന്നെ ആണോ? എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ എന്റെ മുഖത്ത് നോക്കി അങ്ങനൊരു കാര്യം ആവശ്യപ്പെട്ടത്. പക്ഷെ ഇതിനുള്ള മറുപടി പറയാൻ എനിക്കറിയില്ല. മറുപടി ഉണ്ടാവില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാനിത് ആവശ്യപ്പെട്ടത്. ഇനി നിന്റെ ഭരണമൊന്നും ഇവിടെ നടക്കത്തില്ല. ഇടപെടേണ്ട ഇടപെട്ടുണ്ടോ കൂടുതലൊന്നും സംഭവിക്കാൻ ഞാൻ. ഇല്ലെങ്കിൽ സബ് ഇൻസ്പെക്ടർ ആകാൻ നടക്കുന്ന ഇവനുണ്ടല്ലോ പോലീസ് സ്റ്റേഷൻ സെല്ലി കിടന്നെ. ഇതിനൊക്കെ നന്ദി പറയേണ്ടത് വെളിച്ചനോടാ, വെളിച്ചനോട്. അപ്പോ വെല്ലിച്ചൻ ഇവിടെ വന്നിരുന്നു അല്ലേ അമ്മേ? ചേച്ചിയെ സേതുവേട്ടനെയും ഒരുപാട് തവണ വിളിച്ചിട്ട് കിട്ടാതെ വന്നപ്പോഴാ വല്യച്ഛനെ വിളിക്കേണ്ടി വന്നത്. ആ മോളെ, വല്യച്ഛൻ വന്നതുകൊണ്ടാ ഇവിടെയെല്ലാം ഒന്ന് ശരിയായത്. ഓഹോ, അപ്പൊ ചുമ്മാതല്ല ഏട്ടൻ എന്നോട് ഊതാൻ പറഞ്ഞത്. ഞാൻ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് അവിടെ മതി മറന്ന ആടുവാണെന്ന് വല്യച്ഛൻ പറഞ്ഞു കാണും അല്ലേ? ചിട്ടിയുടെ കാശും മാമൻ തന്നെ കൊടുത്തു ഭാവന. അതുകൊണ്ട് അവര് പോയത്. അമ്മയ്ക്ക് ഇനിയും വല്യച്ഛന്റെ തനി സ്വരൂപം മനസ്സിലാവാത്തത് കഷ്ടമാണ്. മോളെ, ആ സമയത്ത് ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്തും സംഭവിക്കുമായിരുന്നു. നീ ഒന്ന് ഫോൺ എടുത്തിരുന്നെങ്കിൽ ഇത്രത്തോളം വിഷയം വഷളാവത്തില്ലായിരുന്നു. അപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. മതി അമ്മേ, ഇവിടെ നടന്നതിന്റെ ഒക്കെ യഥാർത്ഥ കാരണം എനിക്കിപ്പോ മനസ്സിലായി. എന്ത് മനസ്സിലാക്കിയെന്നാടി? മനസ്സിലാക്കിയ ഞങ്ങളാ നിന്റെ യഥാർത്ഥ മുഖം. ഈ കുടുംബത്തിന് കഷ്ടപ്പെടുവാണെന്ന് പറഞ്ഞോണ്ട് രാവും പകലില്ലാത്ത ഈ അഴിഞ്ഞാട്ടുണ്ടല്ലോ, അതിനി ഇവിടെ നടക്കത്തില്ല. കുടിച്ചേച്ചൊന്ന് വായിട്ടൊന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഞാൻ കുടിക്കും, പക്ഷെ പെണ്ണായ നീ ഒരു കുടിക്കാവോ? നിന്റെ തോന്നിയാസം നടത്താൻ വേണ്ടിയല്ലടി നീ ആ ചിട്ടിക്കാശ് വാങ്ങി ചെലവാക്കിയത്. അതോ ഞങ്ങൾ ആരും അറിയാത്ത രഹസ്യ സമ്പാദ്യത്തിനോ? നീ എന്തിനു നോക്കി പഠിപ്പിക്കണോ? അതോ നിനക്കിടെ തള്ളണമെന്നുണ്ടോ? ചോദിക്കാനും പറയാനും ഇവിടെ ആരില്ല എന്നുള്ളതിന്റെ തന്റെടാ നിനക്ക്. പക്ഷെ ഇനി ഇതിവിടെ നടക്കില്ല. ഇതുപോലുള്ള സ്ഥലത്തൊക്കെ നല്ല പെമ്പിള്ളാര് പോവോ? ഇപ്പൊ ഉറപ്പായി ആരാണ് ഇതിന്റെ പിന്നിലെന്നും എന്താണ് അയാളുടെ ഉദ്ദേശമെന്നും. നീ ഉദ്ദേശിച്ച വെല്ലിച്ചനാണെന്നറിയാം. എന്നാ കേട്ടോ, വെല്ലിച്ചൻ തന്നെയാണ് എല്ലാം പറഞ്ഞത്. എന്താ തെറ്റുണ്ടാ പറയണ്ടേ? ഈ കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ വെല്ലിച്ചൻ എന്താ വല്ല നേരത്തെ നടന്നിട്ടുണ്ടോ? ഇനിയെങ്കിലും മനുഷ്യരോട് കുറച്ച് നന്ദി കാണിക്കട്ടെ. എന്നിട്ട് നിന്റെ നാ ഇറങ്ങിപ്പോയോ? അതോ ഇത്ര പെട്ടെന്ന് പിടിക്കപ്പെടുമെന്നുള്ള കുറ്റബോധമാണോ? ഇതിന്റെ ആരാ? പറ, ഇതാരാ? അമ്മാനെയാണോ? ഈ അമ്മയോടെങ്കിലും ചിട്ടിയുടെയും പണത്തിന്റെയും കാര്യം പറഞ്ഞുകൂടായിരുന്നോ? സേതു, ഞാൻ ഇത്രയും നേരം എല്ലാം കേട്ടു നിന്ന് എന്തിനാണെന്നറിയാവോ? നീ എത്രത്തോളം പോകുമെന്നറിയാനായിരുന്നു. മതി, ഇനി നീ എന്റെ വാക്ക് തെറ്റിച്ച ക്ഷമിച്ചു വരില്ല. മോളെ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒറ്റ ദിവസം കൊണ്ട് നീ ഇതുവരെ ചെയ്തതെല്ലാം വെറുതെ ആയില്ലേ? ഇതെല്ലാം മുന്നിൽ കണ്ടിട്ടാ ഞാൻ നിന്റെ ഭാവിക്ക് വേണ്ടി കൂടുതൽ കരുതലെടുത്തത്. ഇനി നീ എന്തൊക്കെ പറഞ്ഞാലും എന്റെ മോളെ എനിക്കറിയാം. അവൾ ഏതറ്റം വരെ പോകുമെന്നും എനിക്കറിയാം. കാരണം ഞാൻ അവളുടെ പെറ്റമ്മയാ. ഇവൾ ഇതുവരെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ
അതെല്ലാം ഈ കുടുംബത്തിനും നിങ്ങൾക്കൊക്കെ വേണ്ടി മാത്രമാ. അതുപോലെ തന്നെ ഈ ചിട്ടിക്കാശിന്റെ പിന്നിലും എന്തെങ്കിലും അവള് കണ്ടിട്ടുണ്ടാവും. അതൊരിക്കലും അവൾക്ക് വേണ്ടിയും ആയിരിക്കത്തില്ല. അമ്മ എന്താ ഇവളെ പിന്നെ പുണ്യവതിയാക്കുവാണോ? അതേടാ, എന്റെ കണ്ണിൽ അവള് പുണ്യവതി തന്നെയാ. മോളെ, ഭാവന മോളെ, ആ അരവിന്ദേട്ടനോ? ഞാൻ 2-3 പ്രാവശ്യം വന്നിരുന്നു. പുറത്ത് മോളുടെ വണ്ടി കാണാതിരുന്നപ്പോ വന്നില്ലെന്ന് മനസ്സിലായി. അങ്ങനെ തിരിച്ചു പോയി. ഇതാ മോളെ, ഐശ്വര്യമായിട്ട് വാങ്ങിക്ക്. ഇന്നൊരു നല്ല ദിവസമാ. അതാ ഇത്ര വൈകിട്ടും താക്കോലും കൊണ്ടുവന്നത്. എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട്. പറ്റിയാൽ മറ്റന്നാൾ തന്നെ ഒരു പൂജ നടത്തണം. നല്ല ദിവസമാ. എന്നാ പോട്ടെ മോളെ. ശരി അരവിന്ദേട്ടാ. ഇതെന്തിന്റെ താക്കോല മോളെ? പറയാമേ. മായച്ചു ഒന്നിങ്ങി വന്നേ. വന്നേ. ആ കൈയൊന്ന് നീട്ടി. എന്താ ഭാവനെ? കൈയൊന്ന് നീട്ട്. ഇത് മായച്ചിക്കുള്ള എന്റെ സമ്മാനം. ഇന്ന് വരെ മായച്ചു മാത്രം എന്നോടൊന്നും ആവശ്യപ്പെടാത്തത്. ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല മോളെ. എന്നാ കേട്ടോ അമ്മേ, ഇനി മുതൽ മായച്ച് വെറും മായല്ല, ഒരു ഹോട്ടലിന്റെ ഉടമയാണ്. ഇത്രയും നാളും ഞങ്ങൾക്കൊക്കെ വെച്ച് വിളമ്പിയല്ലേ. ഇനി മുതൽ മായച്ചിയുടെ കൈപുണ്യം ഈ നാട്ടുകാരോടെ അറിയട്ടെ. ഹോട്ടൽ തുടങ്ങാനുള്ള സകല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അരവിന്ദേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. മറ്റന്നാള് പൂജ നടത്തണം. ഇത്രയ്ക്ക് എന്നോട് ദയവ് കാണിക്കാൻ ഞാൻ എന്ത് പുണ്യ ഐശ്വര്യ ചെയ്തത്. മായച്ചി കുടുംബത്തിനൊരു പുണ്യം. അത് മനസ്സിലാക്കേണ്ടവര് മനസ്സിലാക്കിയിട്ടില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കൊരു ഏട്ടത്തിയെ, അമ്മയ്ക്കൊരു മരുമകളായി ഒരുപാട് പ്രതീക്ഷകളോടെ മായച്ചി കുടുംബത്തിലേക്ക് വന്നു കയറിയത്. പക്ഷെ മായച്ച കൊതിച്ചതുപോലൊരു ജീവിതം സ്വന്തം ഭർത്താവിൽ നിന്ന് കിട്ടിയില്ല. എന്നിട്ടും മായച്ച ഇവിടെ പിടിച്ചു നിന്നത് ഞങ്ങളുടെയൊക്കെ മുഖം കണ്ടിട്ടാ. ശരിയല്ലേ? ഓരോ ദിവസവും പുറമെ സന്തോഷവും ഉള്ളിലെ തേങ്ങലുമായാണ് മായച്ച ഇവിടെ കഴിയുന്നതെന്ന് എനിക്കറിയാം. മായച്ചി സ്വന്തമായി 10 രൂപയെങ്കിലും ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന് മായച്ചയ്ക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടാവില്ലേ? അത് മനസ്സിലാക്കിയിട്ട് മായച്ചയ്ക്ക് വേണ്ടി ഞാനൊരു ഹോട്ടൽ തുടങ്ങിത്തരണമെന്ന് കരുതിയത്. മായച്ചയുടെ സ്പെഷ്യൽ കുക്കിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഈ നാട്ടുകാരും കൂടി അറിയാൻ പോവുക. മായച്ചയുടെ കൈപുണ്യം മാത്രം മതി അത്യാവശ്യം ബിസിനസ് ഒക്കെ നടത്താൻ. ഇപ്പൊ ചെറുതായി തുടങ്ങുന്നതാ നാളെ വലുതായിട്ടൊരു സ്ഥാപനമായി മാറുന്നത്. ഇതിനേക്കാളൊക്കെ പ്രധാനം ഇനി ഒരിക്കലും മായച്ചി ഒരു ദുഃഖപുത്രിയായിട്ട് കാണരുതെന്ന. ഇനി മുതൽ മായച്ചി സമ്പാദിക്കാൻ തുടങ്ങുക. അത് നല്ലോണം അധ്വാനിച്ചു തന്നെ. ഹോട്ടലിന് അഡ്വാൻസ് കൊടുക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഈ ചിട്ടിപ്പണം മേടിച്ചത്. ഞാൻ ഈ ചിട്ടി തുടങ്ങിയത് മായച്ചി ഉദ്ദേശിച്ച.
എന്താ മായി ചെയ്ത്? എന്തിനാ കരയുന്നേ? സന്തോഷിക്കല്ലേ വേണ്ടത്. ഇനി മുതൽ മായച്ചയുടെ കണ്ണുകളൊന്നും നിറയാൻ പാടില്ല. അതിനുവേണ്ടി കൂടിയാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നാളെ തന്നെ പോയി പൂജയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കണം. എന്റെ മനസ്സ് നീ ഇത്രത്തോളം മനസ്സിലാക്കിയിരുന്നു എനിക്കറിയില്ലായിരുന്നു. ഇതിനൊക്കെ പകരമായി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഭാവന പറഞ്ഞത് ശരിയാണ്. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ ഈ വീട്ടിലേക്ക് വന്ന് കയറിയത്. ഒരിക്കലും ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം കിട്ടാതെ വന്നപ്പോ പലപ്പോഴും മരണത്തെക്കുറിച്ച് പോലും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ മറികടന്നത് നിന്റെ അമ്മയുടെ എല്ലാം സ്നേഹം കിട്ടിയോണ്ട് മാത്രം. ഒരു ഭാര്യയ്ക്ക് അവകാശപ്പെട്ടതൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനായിട്ടൊന്നും എന്റെ ഭർത്താവിനോട് ചോദിച്ചിട്ടുമില്ല. ഒരു ദിവസമെങ്കിലും എന്റെ ഭർത്താവിന്റെ കാശുകൊണ്ട് ഈ വീട്ടിൽ അടുപ്പ് പുകയണമെന്ന് ഞാൻ കൊതിച്ചിട്ടുണ്ട്. അതുപോലും നടക്കില്ലെന്ന് ഉറപ്പായപ്പോ പിന്നെ ഞാനെല്ലാം സഹിക്കാൻ തീരുമാനിച്ചു. നീ പറഞ്ഞ പോലെ പുറമെ സന്തോഷവും ഉള്ളിൽ തേങ്ങലുമായിട്ട് തന്നെയാ ഞാൻ ഇവിടെ കഴിയുന്നത്. ഭാവന, നീ തന്നത് വെറും ഒരു താക്കോലല്ല, ഇനിയുള്ള എന്റെ ജീവിതം. മായച്ചി, കഴിഞ്ഞതൊക്കെ പോട്ടെ. ഇനി മുതൽ അതൊന്നും ചിന്തിക്കണ്ട. ഈ കണ്ണുകൾ നിറയുകയരുത്. കുടിച്ചു മതിച്ചു നടക്കുന്നതാണ് ജീവിതം എന്ന് കരുതുന്നവരെ ആ വഴിക്ക് വിട്ടേക്ക്. സ്വയം വിചാരിക്കാതെ ഇന്ന് വരെ ആരും നന്നായിട്ടില്ല, നന്നാവാനും പോകുന്നില്ല. മായച്ചയുടെ ലക്ഷ്യം ഇനി മുതൽ നന്ദനമോളും ഈ ഹോട്ടലും ആയിരിക്കണം. എല്ലാം ശരിയാവും. എന്താടാ, കെട്ടൊക്കെ ഇറങ്ങിയോ? എല്ലാം കണ്ടല്ലോ അല്ലേ? ഇവൾ എന്ത് ചെയ്താലും അത് നല്ലതിനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഇപ്പോഴോ? നിങ്ങളെക്കുറിച്ച് ഓരോ നിമിഷവും ചിന്തിച്ച് ജീവിക്കുന്ന എന്റെ മോളെക്കുറിച്ച് നീ എന്താടാ പറഞ്ഞത്? ഇവളെ കുറിച്ച് അഴിഞ്ഞാടി നടക്കുന്നു എന്നല്ലേ? ജീവിതത്തിൽ ഇന്ന് വരെ ഒരു കളങ്കവും ഞാൻ ഇവളിൽ കണ്ടിട്ടില്ല, ഇനി കാണുകയില്ല. അത് അമ്മയ്ക്ക് ഉറപ്പാ. ഇന്നെന്താ ഒരുപാട് സംസാരിച്ചല്ലോ? സ്ഥിരം ബ്രാൻഡ് അല്ലായിരുന്നോ? അഴിഞ്ഞാടാനും കൂത്താടാനും സമ്പാദിച്ച് രഹസ്യമാക്കി വയ്ക്കാനും അല്ല ചിട്ടിപ്പണം വാങ്ങിച്ചെന്ന് ഇപ്പൊ മനസ്സിലായോ?